അഭിനയരംഗത്തെ പകരം വെക്കാനില്ലാത്ത കലാകാരനായിരുന്നു ഇന്നസെന്റ്. എല്ലാ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. നാട്ടിൻപുറത്തെ അച്ചായനായും നായകന്റെ സുഹൃത്തായും അച്ഛനായും മൂത്ത ജ്യേഷ്ഠനായും അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ പ്രേക്ഷകർ കണ്ണെടുക്കാതെ അദ്ദേഹത്തെ നോക്കി നിന്നു. ചിരിപ്പിക്കാൻ മാത്രമല്ല, ഹൃദയത്തിൽ കൊള്ളുന്ന ഭാഷയിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുകയും ചെയ്തു. പകരം വയ്ക്കാനില്ലാത്ത മഹാനടൻ തന്നെയായിരുന്നു ഇന്നസെന്റ്. ഹലോ, ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പ കാണും മാർക്ക്. നിർമ്മാതാവ് എന്ന നിലയിലാണ് സിനിമയിലേക്ക് അദ്ദേഹം എത്തുന്നത്. പിൽക്കാലത്ത് ഹാസ്യ നടനും സ്വഭാവ നടനുമായി ശ്രദ്ധ പിടിച്ചുപറ്റി. സവിശേഷമായ ശരീരഭാഷയും തൃശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെന്റിന്റെ സവിശേഷതകളാണ്. ഗജകേസരി യോഗം, റാംജി റാവ് സ്പീക്കിംഗ്, ഡോക്ടർ പശുപതി, മാന്നാർ മത്തായി സ്പീക്കിംഗ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. 2009 മികച്ച നടനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഇന്നസെന്റിനായിരുന്നു ലഭിച്ചത്. കൂടാതെ മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡും അദ്ദേഹം നേടി. അഭിനയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും അദ്ദേഹം തിളങ്ങി. 2014 മെയ്യിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സംവിധായകൻ മോഹൻ മുഖേനയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. 1972 പുറത്തിറങ്ങിയ നൃത്തശാലയാണ് ആദ്യ ചിത്രം. ഡേവിഡ് കാച്ചപ്പള്ളിയുമായി ചേർന്ന് ശത്രു കമ്പൈൻസ് എന്ന സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങി. ഈ ബാനറിൽ ഇളക്കങ്ങൾ, വിട പറയും മുൻപേ, ഓർമ്മയ്ക്കായി, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു കഥ, ഒരു നുണക്കഥ തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു. കേരളത്തിന്റെ കലാ-രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു ഇന്നസെന്റ്. 300ഓളം സിനിമകളിൽ അഭിനയിച്ച ഇന്നസെന്റ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സ്വഭാവ ഹാസ്യ നടന്മാരിൽ ഒരാളായിരുന്നു. സിനിമയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും വിജയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. മലയാളത്തിലെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരുടെ പട്ടികയെടുത്താൽ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഇന്നസെന്റ് 1979 തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് കൗൺസിലറായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. താരസംഘടനയായ അമ്മയെ 18 വർഷത്തോളമാണ് ഇന്നസെന്റ് മുന്നിൽ നിന്ന് നയിച്ചത്. താരസംഘടന പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചപ്പോഴെല്ലാം തന്നെ നേതൃപാടവത്തോടെ അതെല്ലാം പരിഹരിക്കാൻ ഇന്നസെന്റിന് കഴിഞ്ഞിരുന്നു. അന്യഭാഷാ സിനിമാ മേഖലകൾക്ക് പോലും മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിൽ താരസംഘടനയെ ഉയർത്തുന്നതിൽ ഇന്നസെന്റിന്റെ പങ്ക് വലുതാണ്. രോഗം മൂർച്ഛിച്ച് ആരോഗ്യനില മോശമാകുന്നതുവരെ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു ഇന്നസെന്റ്. തന്റെ രോഗാവസ്ഥ പരിഗണിക്കാതെ പോലും അദ്ദേഹം പല പരിപാടികളിലും പങ്കെടുത്തിരുന്നു. സർഗശേഷിയുള്ള ഒരു കലാകാരനെ മാത്രമല്ല, നിലപാടുള്ള ഒരു പൊതുപ്രവർത്തകനെ കൂടിയാണ് ഇന്നസെന്റിന്റെ വിയോഗത്തിലൂടെ മലയാളിക്ക് നഷ്ടമായിരിക്കുന്നത്. ഇന്നസെന്റിനെ ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥിയായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. വ്യക്തിപരമായും രാഷ്ട്രീയമായും ഏറെ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഏവർക്കും പ്രിയങ്കരനായ ഇന്നസെന്റ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുൻപേ അദ്ദേഹത്തെ നേരിട്ട് അറിയാമായിരുന്നു. അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണെങ്കിലും സംസാരമെല്ലാം അവസാനിക്കുന്നത് പൊട്ടിച്ചിരിയിലായിരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഊടും പാവും നെയ്ത കലാകാരനായിരുന്നു അദ്ദേഹം. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ സ്തുത്യർഹമായ നേട്ടങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൈവരിച്ചത്. അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് നവ ചാലക്കുടി എന്ന ബൃഹത്തായ ആശയം കെട്ടിപ്പടുത്തിട്ടുള്ളത്. താൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴായിരുന്നു സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി വ്യാപകമാക്കിയത്. അന്ന് അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി ചാലക്കുടി മണ്ഡലത്തിലെ നിരവധി സ്കൂളുകളാണ് ഹൈടെക് ആയത്. പല സ്കൂളുകളുടെയും കാര്യം പറയാനും സമ്മർദ്ദം ചെലുത്താനുമെല്ലാം നേരിട്ട് വിളിക്കും. സംസാരത്തിനൊടുവിൽ പറയും, ഓ, നിങ്ങൾ വലിയ പ്രൊഫസറൊക്കെ തന്നെ, നമുക്ക് വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ എന്ന്. അദ്ദേഹത്തിന്റെ ഭരണ മികവ് നേരിട്ട് കണ്ട സന്ദർഭമായിരുന്നു 2018 പ്രളയം. അന്ന് എറണാകുളം ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളുടെയും പുനർനിർമ്മാണത്തിന്റെയും ചുമതല രവീന്ദ്രനാഥിനായിരുന്നു. എറണാകുളം കളക്ട്രേറ്റിൽ ചേർന്ന യോഗങ്ങളിൽ ദൃഢമായ സ്വരമായിരുന്നു ഇന്നസെന്റിൻ്റേത്. തങ്ങളുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും അർഹതപ്പെട്ടവർക്കുള്ള സഹായങ്ങൾ കൃത്യമായി എത്തിക്കുവാനും ഇത് സഹായിച്ചിരുന്നുവെങ്കിലും കാർന്നു തിന്നുന്ന ക്യാൻസറിനെ വകവയ്ക്കാതെയായിരുന്നു ഇതെല്ലാം എന്നതാണ് സത്യം. കലാകാരന്മാരോട് വലിയ സ്നേഹവും ബഹുമാനവും പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അങ്ങനെയൊരു സംഭവം രവീന്ദ്രനാഥ് ഓർത്തെടുക്കുന്നുമുണ്ട്.
നനച്ചിരിക്കാത്ത നേരത്തുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. എന്നാൽ തമാശ പറഞ്ഞ് ആരെയും കയ്യിലെടുക്കുന്ന ഇന്നസെന്റിന് മലയാളിയുടെ മനസ്സിൽ എക്കാലവും പ്രത്യേക സ്ഥാനമായിരിക്കുമെന്ന് തീർച്ചയാണ് എന്നും രവീന്ദ്രനാഥ് കൂട്ടിച്ചേർക്കുന്നു.